ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോ നമ്മൾ റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ ആണ്. ഇനി വെഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരും കേട്ടോ. എല്ലാം നമുക്ക് ട്രയൽ ചെയ്ത് നോക്കിയാലോ? അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, പുള്ളി അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഉണ്ട്, ഞാനൊക്കെ ഉണ്ട്. ശരി. ഗോപി എന്നാണ് ഫംഗ്ഷൻ? 14th വെഡിങ്, 16th റിസപ്ഷൻ. ഇഷ്ടപ്പെട്ടല്ലേ? വെരി ഗുഡ്. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മതി മോളെ. ഇവിടെ ഒന്നുകൂടി വൃത്തിയാക്കിയല്ലോ അല്ലേ മൊത്തത്തില്. അത് കുറച്ച് സാധനങ്ങള് ഇന്ന് ഫുള്ള് രാവിലെ ഇറങ്ങിയതാ. ഉദ്ദേശിച്ച പോലെ തന്നെ അത് കുഴപ്പമില്ല. ഉദ്ദേശിച്ച സാധനം തന്നെ അല്ലേ? ഹാപ്പി? ഇതിന്റെ ആരായിരുന്നു മെയിൻ ആള്? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മുടെ ആപ്ലിക്കൊക്കെ പറഞ്ഞു, പക്ഷെ പിന്നെ പക്ക ഹാൻഡ് വർക്ക് തന്നെ ചെയ്തു. ഹാപ്പി? ഒന്നുമില്ലല്ലോ, ഷേപ്പും ചെയ്യാല്ല. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ബോണസ് ഉണ്ടോ? എന്തെങ്കിലും ഇപ്പൊ നമ്മള് ഞാൻ വർക്ക് എടുത്തു കഴിഞ്ഞാല് പക്ക നമ്മള് ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ വരണം, ഇതിന്റെ പോർഷൻ ഇങ്ങനെ, ഈ ഡ്രിങ്ക്സ് യൂസ് ചെയ്യണം, അതൊക്കെ പക്ക. പിന്നെ ഫൈനൽ കസ്റ്റമർ വന്നിട്ട് ഒക്കെ പറഞ്ഞ പോയില്ലേ. ഒന്ന് വീഡിയോ കോൾ ചെയ്യണം വേനെ. ബാക്കിലെ ഡിസൈൻ നന്നായിട്ട് ഈ പോലെ. മുടി എങ്ങനെയായിട്ട് ആ സമയത്ത്? നന്നായിട്ട്. ഇനി ഒന്നും നമുക്ക് അൾട്രേഷൻ ചെയ്യാല്ല, പെട്ടിയിലാക്കി കൊണ്ടുപോകല്ല എന്നാ. ഓ അതെ. ഓ ഷുവർ. ജ്വല്ലറി നോക്കണ്ട നമുക്ക്? ഇത് ഇട്ടോണ്ട് ജ്വല്ലറി നോക്കുന്നല്ലേ നല്ലത്? എന്നാലല്ലേ കറക്റ്റ്. ഹാപ്പി? റിവ്യൂ പറയണം എൻ്റെ ഫോണിൽ? അത് നൗഷാദ് ഖാൻ്റെ ഫോണിൽ പറഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ച അതുപോലെ ഈ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഐശ്വര്യമാണ് ഇതിൻ്റെ ഡിസൈനർ സൂപ്പറാക്കി തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ എങ്ങനെ പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിൽ വിചാരിച്ചോ അത് എക്സാക്റ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് ലേഡീസ് പ്ലാനറ്റ് കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രമോഷനോ റിവ്യൂ ഒന്നുമല്ല, ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്തൊരു വീഡിയോ ആണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. എനിക്ക് നൗഷാദിക്ക് എക്സാക്റ്റായിട്ട് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. ഹായ്, എൻ്റെ പേര് ഗോപിക. ഞാൻ ഇവിടെ പെരിന്തൽമണ്ണക്കാരി തന്നെയാണ്. ലേഡീസ് പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം മുന്നേ അറിയുന്നത് തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ വെഡിങ് അല്ലെങ്കിൽ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലുക്ക് എങ്ങനെ വേണം എന്നുള്ളത്. അതിൽ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷേ ലേഡീസ് പ്ലാനറ്റിലോട്ട് വന്നു. ഇവിടെ ഞാൻ എൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഞാൻ ഫുള്ളി 100% വേണമെങ്കിൽ 101% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.
ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഞാൻ അത്രയും ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹാപ്പിയാണ്. ഞാൻ താഴെ കയറി വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് കണ്ടു. അതിനുശേഷം ഞാനിത് ഇട്ട് വന്നപ്പോൾ എനിക്ക് അത്രയും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ബേസ് മുതൽ ഇതിൻ്റെ മേത്തിപ്പോൾ ഇത്രയും ഭംഗിയിൽ കിടക്കുന്നത് വരെ എഫേർട്ട് എടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ലേഡീസ് പ്ലാനറ്റ് താങ്ക്സ്. നൗഷാദിക്കയ്ക്ക് താങ്ക്സ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഓർണമെൻറ്റ്സ് നോക്കാൻ വേണ്ടി പോയത്. റെൻ്റലാണ് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേഡീസ് പ്ലാനറ്റിന് തന്നെ വരേണ്ട ജ്വല്ലറി ഷോപ്പ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഡ്രസ്സ് തന്നെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അവരുടെ ഡിസൈനേഴ്സിൻ്റെ സജഷൻസ് പ്രകാരം നമ്മൾ കുറേ എണ്ണം, എനിക്ക് മിനിമലായിട്ട് മതി എന്നുണ്ട്. കാരണം ഡ്രസ്സ് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് കുറച്ച് മിനിമലായിട്ടുള്ള ഓർണമെൻറ്റ്സ് നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ എടുത്ത് തന്ന, അവർ ചൂസ് ചെയ്ത് തന്ന ഓർണമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് നോക്കുന്നതും. പിന്നെ അതിലെനിക്ക് ഏറ്റവും കംഫർട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇത് എടുക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പല ലൈറ്റ്സിൽ വരുമ്പം ഇവിടെ കുറച്ചും കൂടെ ഒരു വാമായിട്ടുള്ള അണ്ടർടോണായിരുന്നു ലൈറ്റ് വന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല. അഖിലിന്റെ ഫ്രണ്ടാ. ഓക്കെ. മറ്റേക്കാളും ഈ സെയിം കളർ വരുന്നുണ്ടോ? ഞാൻ ഈ ഒരു സെറ്റാണ് ലാസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ നല്ല മിനിമലുമാണ്, നല്ല ഭംഗിയും ഫീൽ ചെയ്തു കേട്ടോ ഇതിട്ടപ്പോൾ ഡ്രസ്സിലോട്ട്. ഇത് കറക്റ്റ് ഇതിലോട്ട് നല്ല മാച്ച്. അങ്ങനെ ഞാൻ ഫുൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് അറ്റയറുണ്ടായിരുന്നത്. ഇനിയിപ്പം മുടിയൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം, റിസപ്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജ്വല്ലറി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നൗഷാദ് ഖാൻ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ലാസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. അപ്പം പുള്ളി വന്നപ്പോഴും പുള്ളിക്കും ആ ഒരു ഓർണമെൻറ്റ്സ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ട് ലെയറിൽ സിൽവർ നോക്കണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇത് മതിയാണ്. അല്ലെങ്കിൽ പിന്നെ ബമ്പ് ചെയ്ത് വെക്കണം. നമ്മൾ ഹെയർ ബമ്പ് ചെയ്ത് വെച്ചിട്ട് സിമ്പിൾ മതിയാവും. അവിടെ നല്ലത് വേണ്ട അവിടെ സ്റ്റേ. ഞാൻ പറയാം. വന്നാടാ. അങ്ങനെ അവർ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെയും പിന്നെ ഓർണമെൻറ്റ്സിൻ്റെയും എല്ലാം എടുക്കുകയൊക്കെ ചെയ്തു. ഒരു ശരിക്കും ഒരു ഡിഫറെൻ്റ് ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് മൊത്തത്തിൽ. ഞാൻ ആഗ്രഹിച്ച സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗൗണും കാര്യങ്ങളൊക്കെ ആയി ബാക്കി ബില്ലൊക്കെ പേയ്മെൻറ്റൊക്കെ സെറ്റിൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് സ്ഥലത്ത് അന്വേഷിച്ച് വെച്ചിട്ട് ഇവിടെയായിരുന്നു കമ്പാരിറ്റീവ്ലി നമുക്കൊരു ലോ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഒരു 40-45 ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗൺസിന്. അപ്പം എനിക്ക് ഈ ഒരു ബഡ്ജറ്റ് ഓക്കെ ആയിരുന്നു. ഫുള്ളി നമ്മൾ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് സാറ്റിസ്ഫൈഡും ആയിരുന്നു കേട്ടോ.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസൈൻ ചെയ്യിക്കണമെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു അപ്രോച്ച് ചെയ്യാം, ഒരു സംശയവും കൂടാണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് വെയറും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബായ്.